ലോകത്തിൽ വലിയ തരംഗം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ആയിരുന്നു ചാറ്റ് ജി പി ടി. നമ്മൾ അതിൻ്റെ അകത്ത് എന്ത് സെർച്ച് ചെയ്ത് ചോദിച്ചാലും ഓട്ടോമാറ്റിക്കായിട്ട് ചാറ്റ് ജി പി ടി നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് തരുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കഥ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തരും. അതുപോലെ തന്നെ ചില പിക്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് നമ്മളുടെ ക്രൈറ്റീരിയ അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം അത് കിട്ടുന്നതാണ്. ഇപ്പോൾ എന്ത് വിഷയത്തിനെക്കുറിച്ച് ഖണ്ഡിക എഴുതണമെങ്കിലും പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിലും ചാറ്റ് ജി പി ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ അത് ചെയ്തു തരുന്നതാണ്. കാരണം ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ തരംഗം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻസ് ആണല്ലോ. അത് മുഴുവനും അമേരിക്കക്കാരുടെ കുത്തകയായിരുന്നു. ഇന്ന് ലോകത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നു. ചൈനക്കാരുടെ അതേപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഡീപ് സീക്ക് മാർക്കറ്റിൽ അടിച്ചു കയറി. അത് ലോകത്തിൽ വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ്. ചാറ്റ് ജി പി ടി ഒരു മാസത്തേക്ക് 1200 രൂപയാണ് അതിൻ്റെ റേറ്റിംഗ് കൊടുക്കേണ്ടി വരുന്നത്, പ്രൈസിങ്. ഇതാവുമ്പോൾ അതിൻ്റെ നേർ പകുതി കൊടുത്താൽ മതി. ലൈറ്റ് വെയ്റ്റ് ആണ്. ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട് താൻ. അത് ചൈനക്കാരുടെ ഉൽപ്പന്നമാണ്. അപ്പോൾ ചൈനക്കാർ അമേരിക്കക്കാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സർജിക്കൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്ട്രൈക്കാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഷോക്ക് കാരണം ലോകസമ്പന്നർക്ക് നഷ്ടമായത് 9 ലക്ഷം കോടി രൂപയാണ്. ആഗോളതലത്തിൽ വെല്ലുവിളിയായി കുറഞ്ഞ ചെലവിൽ വികസിപ്പിച്ചെടുത്ത ഒരു AI മോഡലാണ് ഡീപ് സീക്ക്. അപ്പോൾ ചൈനക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള സർജിക്കൽ സ്ട്രൈക്ക് കൊടുക്കാനായിട്ട് കഴിയും. US ടെക് മാർക്കറ്റിനകത്തുനിന്ന് $1 ട്രില്യൺ അത് തുടച്ചു നീക്കിയത്. NVIDIAയ്ക്ക് തന്നെ 600 ദശലക്ഷം കോടി രൂപ അവർക്ക് നഷ്ടം വന്നിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മളിത് നറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈവ് നോക്കിയപ്പോൾ ഒരുപാട് സൈബർ അറ്റാക്ക് ഡീപ് സീക്കിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹിറ്റായി മാറി. അമേരിക്കക്കാർക്ക് തീരെ സഹിക്കുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വെല്ലുവിളികൾ വരണം, എന്നാൽ മാത്രമേ ലോകോത്തര നിലവാരമുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ട് ലോകത്തിൽ വരുള്ളൂ. ഇപ്പോൾ ചാറ്റ് ജി പി ടിക്ക് എന്തൊക്കെ പോരായ്മയുണ്ടെന്നുള്ളത് ചൈനക്കാരുടെ ഉൽപ്പന്നം വരുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഇത് ഒരുപാട് സഹായകരമായി തീരും. പക്ഷേ ചൈനക്കാർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു പ്രൊജക്റ്റ് അത് വലിയൊരു സംഭവം തന്നെയാണ്.